Good morning, dear students. All are welcome to part 3 of HRM. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ പാർട്ടുകളെല്ലാം എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ദയവായി കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി ആദ്യം കാണുക. അപ്പോൾ നമുക്കിനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളതാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ടൈപ്സ്, അതുപോലെ HR പ്രോസസ്സ്, അതിൻ്റെ സ്റ്റെപ്പുകളാണ്. ഇങ്ങനെയുള്ള ഏതാനും ചില കാര്യങ്ങളാണ്. അതുപോലെ മാൻ പവർ ഫോർകാസ്റ്റിംഗ് എന്നൊരു ഏരിയയും കൂടെ വരുന്നുണ്ട്, അതും അതിൻ്റെ ടെക്നിക്സും. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ മനസ്സിലാക്കി പ്രൊക്യൂർമെൻറ്റിൽ 3 സ്റ്റെപ്പുകളുണ്ട്. അതിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ആക്ച്വലി ഡിറ്റർമിനേഷൻ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് പേഴ്സണൽ റിക്വയർഡ് എന്നുള്ളത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറെ പേരാണ് പേഴ്സണൽ പ്ലാനിങ്, അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ്, ഇങ്ങനെയെല്ലാം പറയും. അപ്പോൾ രണ്ടാമത്തെ ആ സ്റ്റെപ്പാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ വരുന്നുണ്ട്, അത് നമുക്ക് ഈ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലേക്ക് പോകുന്നു. ആദ്യമായിട്ട് അതിൻ്റെ മീനിങ് നോക്കാം. വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? HRP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദി പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ്. പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അതോടൊപ്പം തന്നെ ഇറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് HRM. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാന ഫങ്ഷനാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പേഴ്സണൽ റിക്വയർഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ എത്രത്തോളം ആളുകൾ വേണ്ടിവരും, അവരുടെ ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളത്. അത് ജസ്റ്റ് ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യൽ മാത്രമല്ല, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് സോ മെനി അതർ ആസ്പെക്ട്സ്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർകാസ്റ്റിംഗ് ആൻ ഓർഗനൈസേഷൻസ് ഫ്യൂച്ചർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഇൻ ദ റൈറ്റ് നമ്പർ. ഈ ഒരു 4 കാര്യങ്ങൾ നമുക്കിത് മനസ്സിലാക്കണം. ഇതൊരു ഫോർകാസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഒരു ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഫ്യൂച്ചർ ഡിമാൻഡും ഫ്യൂച്ചർ സപ്ലൈയും ഫോർകാസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ആരുടെ? ഓഫ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഇൻ ദ റൈറ്റ് നമ്പർ. അപ്പോൾ 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, റൈറ്റ് നമ്പറിൽ, അതുപോലെ തന്നെ റൈറ്റ് നമ്പർ ആയിരിക്കണം, റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കണം. ഇവരുടെ ഫ്യൂച്ചർ ഡിമാൻഡും സപ്ലൈയും ഫോർകാസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. Okay, then human resource management ensures the best fit between employees and jobs while avoiding manpower shortage or surplus. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഈ ഒരു ഫിറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്, ബെസ്റ്റ് ഫിറ്റ് കൊണ്ടുവരിക ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് ജോബ്സ്. എംപ്ലോയീസിനും ജോബ്സിനും ഇടയിൽ ഒരു ബെസ്റ്റ് ഫിറ്റ് കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഷുഡ് നോട്ട് ബി എനി മാൻ പവർ ഷോർട്ടേജസ് ഓർ സർപ്ലസസ്. മാൻ പവർ ഷോർട്ടേജ് ഉണ്ടാവാൻ പാടില്ല, അതോടൊപ്പം തന്നെ മാൻ പവർ സർപ്ലസ് ഉണ്ടാവാൻ പാടില്ല. ബോത്ത് വിൽ ക്രിയേറ്റ് പ്രോബ്ലംസ് ടു ദി ഓർഗനൈസേഷൻ. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഒഴിവാക്കണം. അപ്പോൾ അത് ഒഴിവാകുന്ന രീതിയിൽ ഈ ജോബ്സിൻ്റെയും എംപ്ലോയീസിൻ്റെ ഇടയിൽ ബെസ്റ്റ് ഫിറ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് HRPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്. അതിന് വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ this is the meaning of human resource planning. And now let's move on to the definition. One definition given by Dale S. Beach. According to him, human resource planning is a process for determining and assuring that the organization will have an adequate number of qualified persons. ഞാൻ കംപ്ലീറ്റ് വായിക്കുന്നില്ല, അതിൻ്റെ കണ്ടന്റിലേക്ക് പോവാം. ഡിറ്റർമൈനിങ് ആൻഡ് അഷ്വറിങ്, അല്ലെ, ഒരു സ്ഥാപനത്തിന് അഷ്വർ ചെയ്യുന്ന, അതോടൊപ്പം തന്നെ അത് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? വിൽ ഹാവ് ആൻ ആഡിക്വേറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് പേഴ്സൺസ്. ആ സ്ഥാപനത്തിൽ ആഡിക്വേറ്റ് നമ്പർ ക്വാളിഫൈഡ് പേഴ്സൺസിൻ്റെ, വളരെ യോഗ്യരായിട്ടുള്ള വർക്ക് ഫോഴ്സിൻ്റെ ശരിയായ അളവിലുള്ള എണ്ണം അവിടെ ആളുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അവൈലബിൾ അറ്റ് ദ പ്രോപ്പർ ടൈംസ്, അവർ പ്രോപ്പർ ടൈമിൽ അവൈലബിൾ ആയിരിക്കും. അത് എപ്പോഴാണോ അവർക്ക് നീഡുള്ളത് ആ സമയത്ത് ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ പേഴ്സൺസ് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ പെർഫോമിങ് ജോബ്സ് വിച്ച് മീറ്റ് ദ നീഡ്സ് ഓഫ് ദി എൻ്റർപ്രൈസ്. ആ എൻ്റർപ്രൈസിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ജോലികൾ പെർഫോം ചെയ്യാൻ വേണ്ടുന്ന ആളുകൾ അവർ കൃത്യസമയത്ത് അവിടെ ഉണ്ടായിരിക്കും, ആളുകൾ ക്വാളിഫൈഡ് ആയിരിക്കും എന്നെല്ലാം
അഷ്യൂർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ആൻഡ് വിച്ച് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ഫോർ ദി ഇൻഡിവിജ്വൽ ഇൻവോൾവ്. അതും കൂടെ അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് മാത്രമല്ല, ഈ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സാറ്റിസ്ഫാക്ഷൻ കൂടെ എൻഷുർ ചെയ്യുക എന്നുള്ളത് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ഡെയ്ലസ് ബീച്ച്. ഇനി നമുക്ക് ഇതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് നോക്കാം. HR പ്ലാനിങ്ങിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്. അതിൽ ആദ്യം വരുന്ന എക്സ്പാൻഷൻ ഓഫ് പ്ലാന്റ് ആണ്. എക്സ്പാൻഷൻ ഓഫ് പ്ലാന്റിൻ്റെ എക്സ്പാൻഷൻ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, പ്ലാന്റ് എക്സ്പാൻഷൻ നടത്തുന്നതിനുള്ള ഒരു പദ്ധതി ഒരു സ്ഥാപനത്തിനുണ്ടെങ്കിൽ they may require more number of employees, or they want to recruit more number of employees. അപ്പോൾ അതിൽ നമ്മൾ എക്സിസ്റ്റിംഗ് സ്റ്റോക്കൊക്കെ നോക്കണം. അപ്പോൾ അത് മതിയാകാതെ വരികയാണെന്നുണ്ടെങ്കിൽ they may be forced to recruit more employees. അപ്പോൾ എക്സ്പാൻഷൻ ഓഫ് പ്ലാന്റ് എന്നുള്ള ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അവിടെ HR പ്ലാനിങ്ങിന് വളരെയധികം റോളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റിട്ടയർമെൻറ്റ് വേക്കൻസീസ് ആണ്. റിട്ടയർമെൻറ്റ് വേക്കൻസീസ്. അപ്പോൾ നമുക്കറിയാം, സ്ഥാപനത്തിൽ നാച്ചുറലി അവിടെ റിട്ടയർമെൻറ്റ് വേക്കൻസികൾ വരും. അത് റിട്ടയർമെൻറ്റ് വഴിയാവാം, ഡെത്ത് വഴിയാവാം, ആബ്സെൻറ്റീസം ആവാം. അങ്ങനെ പല റീസൺസിനാലും ഒരു സ്ഥാപനത്തിൽ വേക്കൻസീസ് വരും. അപ്പോൾ ഈ വേക്കൻസീസ് എല്ലാം തന്നെ, ഓൾ ദീസ് വേക്കൻസീസ് ആർ ടു ബി റീപ്ലേസ്ഡ് ബൈ ന്യൂ എംപ്ലോയീസ് ഓൺ ടൈം. സമയത്തിന് ആ വേക്കൻസികളെല്ലാം നമ്മൾ ഫില്ല് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ ഈസ് റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യത്തിന്. അപ്പോൾ പ്രഡിക്റ്റിംഗ് ടേൺ ഓവർ റേറ്റ്, ഈ ടേൺ ഓവർ റേറ്റ് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് വിൽ ഹെൽപ്പ് ടു ടേക്ക് എഫേർട്സ് ഫോർ ഫ്രഷ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. അപ്പോൾ കറക്റ്റായിട്ട് ലേബർ റേറ്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുകൊണ്ട് പുതിയ ആളുകളെ ഫ്രഷ് റിക്രൂട്ട്മെൻറ്റ് നടത്താനും അവർക്ക് വേണ്ട ട്രെയിനിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും അത് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലേബർ ടേൺ ഓവറാണ്. ടേൺ ഓവർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഡ്യൂറിങ് ഒരു പർട്ടിക്കുലർ ഇയറിൽ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് എത്രത്തോളം ആളുകൾ വിട്ടുപോകുന്നു എന്നുള്ളതിൻ്റെ ഒരു അനുപാതമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റേഷ്യോ ആണ് ഈ ലേബർ ടേൺ ഓവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് എംപ്ലോയിയിൽ നിന്ന് എത്രത്തോളം പേര് ആ സ്ഥാപനം വിട്ടുപോകുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി അത് സംഭവിക്കാം. ഒരു മിനിമൽ റേറ്റ് ഓഫ് ലേബർ ടേൺ ഓവർ ഈസ് ഇനെവിറ്റബിൾ ഫോർ എനി കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻസ്. കാരണം ആളുകളുടെ റിട്ടയർമെൻ്റ് ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആൻഡ് ഫോർത്ത് വൺ ഈസ് റിഡക്ഷൻ ഇൻ ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ബൈ റിഡ്യൂസിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ത്രൂ എഫിഷ്യൻറ്റ് ലേബർ ഫോഴ്സ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന ലേബർ ഫോഴ്സ് അവർ എഫിഷ്യൻ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മൊത്തത്തിലുള്ള കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ എഫിഷ്യൻറ്റ് ലേബർ ഫോഴ്സിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അവരെ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലേബർ കോസ്റ്റ് നമുക്കറിയാം, ഈ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ വൺ ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ ഈ ലേബർ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി മൊത്തത്തിലുള്ള കോസ്റ്റ് പ്രൊഡക്ഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു സിഗ്നിഫിക്കൻസ് ഓഫ് HR planning. And next one is uninterrupted production. ഉൽപാദനം തടസ്സപ്പെടാത്ത രീതിയിലുള്ള ഉൽപാദന പ്രക്രിയ നടക്കണമെന്നുണ്ടെങ്കിൽ we should have enough personnel or enough qualified personnel in the right time at the right position. അപ്പോൾ അതിൽ യാതൊരു വിട്ടുവീഴ്ചയും സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രൊഡക്ഷൻ സ്മൂത്തായിട്ട് നടക്കണം. അപ്പോൾ അതിന് നമുക്ക് കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യണം എത്രത്തോളം വേക്കൻസി ഫ്യൂച്ചറിൽ വരാം. അപ്പോൾ അതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്ത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവാതെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയും കറക്റ്റായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അതിൻ്റെ കൃത്യമായ എണ്ണം നമ്മൾ നിർബന്ധമായിട്ടും കണ്ടെത്തിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ HR പ്ലാനിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ടു മെയിൻറ്റെയിൻ ഗുഡ് എംപ്ലോയർ റിലേഷൻഷിപ്പ്. ഒരു എഫക്റ്റീവായിട്ടുള്ള അതുപോലെ തന്നെ ഗുഡായിട്ടുള്ള ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിനും HR പ്ലാനിങ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ഇനി മറ്റൊന്നാണ് ടു ഇൻട്രൊഡ്യൂസ് ഫ്രഷ് ബ്ലഡ് ഇൻ ദി ഓർഗനൈസേഷൻ.
ഫ്രഷ് ബ്ലഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മീൻസ് റിക്രൂട്ടിങ് ന്യൂ പേഴ്സണൽ ആണ്, പുതിയ എംപ്ലോയീസിനെ അല്ലെങ്കിൽ പുതിയ ജോലിക്കാരെ സ്ഥാപനത്തിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ. അപ്പോൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം ഡ്യൂ ടു ടെക്നോളജിക്കൽ റിക്വയർമെൻറ്റ്സ്. ചിലപ്പം എക്സിസ്റ്റിംഗ് സ്റ്റാഫിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത, അവർ അതിൽ സ്കിൽഡ് ആയിരിക്കണമെന്നില്ല. അപ്പം അത്തരം കേസുകളിലൊക്കെ ദി ഓർഗനൈസേഷൻ മേ ബി ഫോഴ്സ്ഡ് ടു റിക്രൂട്ട് ന്യൂ പേഴ്സണൽ ഓർ ഫ്രഷ് ബ്ലഡ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ് അല്ലേ. അപ്പം അത്തരം കേസുകൾ വരുമ്പം നമുക്ക് അത് എസ്റ്റിമേറ്റ് ചെയ്യണം എത്രത്തോളം ആവശ്യം വരുന്നുള്ളത്. അപ്പോൾ അവിടെയും HR പ്ലാനിങ്ങിന് വളരെയധികം റോൾ വഹിക്കാനുണ്ട്. അപ്പോൾ ഇൻ ഓർഡർ ടു മീറ്റ് ന്യൂ റിക്വയർമെൻറ്റ്സ് HR പ്ലാനിങ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടു ഡിറ്റർമൈൻ ഷോർട്ടേജ് ഓർ സർപ്ലസ് സ്റ്റാഫ്. അപ്പോൾ HR പ്ലാനിങ്ങിലൂടെ നമ്മൾ എക്സിസ്റ്റിംഗ് സ്റ്റാഫിൻ്റെ സ്റ്റോക്ക് ടേക്കിംഗ് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ആസസ് ഷോർട്ടേജ് ഓർ സർപ്ലസ് ഓഫ് പേഴ്സണൽ ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ സ്ഥാപനത്തിൽ ഷോർട്ടേജ് ഉണ്ടോ അതല്ല സർപ്ലസ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ചുകൊണ്ട് അവരെ പുനർവിന്യാസം നടത്താനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ദീസ് ആർ ദി ഇമ്പോർട്ടൻസ് ഓർ നീഡ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ. And next we are moving on to the objectives of human resource planning. Why we do human resource planning? അതിൻ്റെ ഒരു ഉത്തരമാണ് നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സിലൂടെ കിട്ടുന്നത്, അതിൻ്റെ ലക്ഷ്യങ്ങൾ. ഫസ്റ്റ് വൺ ഈസ് ആക്യുറേറ്റ് അസസ്മെൻറ്റ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്. ആക്യുറേറ്റ് അസസ്മെൻറ്റ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്, നമുക്ക് എത്രത്തോളം മാൻ പവർ റിക്വയർമെൻറ്റ് ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് അസസ് ചെയ്യണമെങ്കിൽ നമ്മൾ മാൻ പവർ പ്ലാനിങ് ചെയ്തിരിക്കണം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ആണ്. ഓപ്റ്റിമം യൂട്ടിലൈസേഷനിലോട് ഉദ്ദേശിക്കുന്നത് ഈ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഹൗ ക്യാൻ വി യൂട്ടിലൈസ് ദി എക്സിസ്റ്റിംഗ് ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ളതാണ് അവിടെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വി ഷുഡ് ഹാവ് എ ഗുഡ് HR പ്ലാനിങ് പ്രോസസ്. And next third one is inventorying of personnel. Inventorying of personnel. ആ പേഴ്സണലിനെ ഇൻവെൻട്രി ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇൻവെൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും ഇൻവെൻട്രി ആസ് എ സിനോണിം ഓഫ് ഫോർ സ്റ്റോക്ക് അല്ലേ. സ്റ്റോക്കിനുള്ളൊരു സിനോണിം എന്നുള്ള രീതിയിൽ ഇൻവെൻട്രി പറയും. ഇവിടെ ഇൻവെൻട്രി മീൻസ് കംപ്ലീറ്റ് ലിസ്റ്റ് ആണ്, എ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പേഴ്സണൽ. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് എ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പേഴ്സണൽ, ദാറ്റ്സ് ദ മീനിങ് ഓഫ് ഇൻവെൻറ്ററിങ് ഓഫ് പേഴ്സണൽ. അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ അവിടെയുള്ള ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ലിസ്റ്റിനോട് ഉദ്ദേശിക്കുന്ന അവരുടെ നമ്പർ ആവാം, അതിൻ്റെ നമ്പർ അതിൽ ഇൻക്ലൂഡിങ് ആണ്, അവരുടെ ക്വാളിഫിക്കേഷൻ വരുന്നു, അവരുടെ ജോബ് വരുന്നു, നേച്ചർ ഓഫ് ജോബ്, ട്രെയിനിങ്, അതർ ക്വാളിഫിക്കേഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു ഇൻവെൻട്രി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. ആൻഡ് ദിസ് ഇൻവെൻട്രി മേ ബി യൂസ്ഡ് ലേറ്റർ ഫോർ മെനി പർപ്പസസ്, ഫോർ റിക്രൂട്ടിംഗ് മോർ എംപ്ലോയീസ് അല്ലെങ്കിൽ ഫോർ പ്രൊമോഷൻ പർപ്പസസ്, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ദിസ് inventory, human resource inventory. So for this purpose we had to create an inventory of personnel. So that is one of the objectives of human resource planning. And fourth one is helpful in recruitment, selection and training. Human resource planning റിക്രൂട്ട്മെൻറ്റിന് സെലക്ഷന് ട്രെയിനിങ്ങിന് എങ്ങനെയായിരിക്കും? കാരണം ഈ കറക്റ്റായിട്ട് നമ്മളിതിനെ മാൻ പവർ റിക്വയർമെൻറ്റ്സ് പ്ലാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കറക്റ്റായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ക്യാൻ സെലക്ട് ദ റൈറ്റ് പേഴ്സൺ ആൻഡ് ഓൾസോ വി ക്യാൻ ഗിവ് പ്രോപ്പർ ട്രെയിനിങ് ടു ദ സെലക്റ്റഡ് പേഴ്സണൽ. അപ്പോൾ ഓൾ ദീസ് things can be done in a smooth manner if you have a good human resource planning. And fifth one is to avoid interruption in production. അത് നമ്മൾ ഓൾറെഡി കണ്ടു, അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ എന്നുള്ള ഒരു പോയിന്റിൽ ടു അവോയ്ഡ് ഇൻറ്ററപ്ഷൻ ഇൻ പ്രൊഡക്ഷൻ, ഉൽപ്പാദന പ്രക്രിയയിൽ തടസ്സങ്ങളൊന്നും നേരിടാതെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. അതും പ്രോപ്പർ മാൻ പവർ റിക്വയർമെൻറ്റ് എൻഷുർ ചെയ്യുന്നതിലൂടെയാണ് അത് സാധ്യമാവുന്നത്. And sixth one is to assess surplus and shortage of human resources. Again, ഇത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി, അസസ് സർപ്ലസും ഷോർട്ടേജും അസസ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് സെവൻത് വൺ ഈസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാംസ്. അത് നമ്മളതിൽ നേരത്തെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നീഡ്സിൽ കണ്ടു. ഈ സ്ഥാപനത്തിൻ്റെ എക്സ്പാൻഷൻ അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ, ഈ പ്രോഗ്രാംസ് നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ എക്സ്പാൻഷൻ ആണെങ്കിലും ഡൈവേഴ്സിഫിക്കേഷൻ ആണെങ്കിലും ദേ മേ റിക്വയർ അഡീഷണൽ ദ സർവീസ് ഓഫ് അഡീഷണൽ പേഴ്സണൽ അല്ലെങ്കിൽ അഡീഷണൽ ക്വാളിഫൈഡ് സ്റ്റാഫ്, അവർക്ക് അതിൻ്റെ ആവശ്യം വന്നു എന്ന് വരാം. അപ്പോൾ അത്തരം നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് വളരെയധികം യൂസ്ഫുൾ ആണ്. ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്.
And next one is types of manpower planning. ഈ മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ടൈപ്സ് ആണ്. അപ്പോൾ ടൈപ്സ് പല രീതിയിലും അതിൻ്റെ ടൈപ്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ആൻഡ് ഹിയർ ഐ ആം ഗോയിങ് ടു ഡിസ്കസ് ദ ടൈപ്സ് ഓഫ് മാൻ പവർ പ്ലാനിങ് ബേസ്ഡ് ഓൺ പീരിയഡ്. പീരിയഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ബേസ്ഡ് ഓൺ പീരിയഡ് വി ക്യാൻ ഹാവ് ദീസ് ടു ടൈപ്സ് ഓഫ് manpower planning, short-term manpower planning and long-term manpower planning. ചില ഓതേഴ്സിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഒരു മീഡിയം ടേം കൂടെ വരുന്നുണ്ട്. ആക്ച്വലി ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം മാൻപവർ പ്ലാനിങ് മാത്രമാണ്. അപ്പോൾ ആദ്യം what is short-term manpower planning? As the name indicates, it covers a short period. For example, 1 to 2 years. അങ്ങനെ ഒരു 1 to 2 years ഒക്കെ കവർ ചെയ്യുന്ന അത്തരം ഒരു പീരീഡിലേക്കുള്ള മാൻ പവർ പ്ലാനിങ്ങിനെയാണ് നമ്മൾ ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഹിയർ ദി ഓർഗനൈസേഷൻ മേ നോട്ട് ഗെറ്റ് ഇനഫ് ടൈം to recruit new employees due to legal constraints and so many other factors, and hence they are forced to adjust the available or existing workers. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. കാരണം ഒരുപാട് ലീഗലായിട്ടുള്ള കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടാവാം പുതിയ എംപ്ലോയീസിനെ ചെറിയ പീരീഡിലേക്ക് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അഡ്ജസ്റ്റിംഗ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് വിത്ത് ദയർ പ്രസന്റ് ജോബ്സ്. ഓക്കെ, ദെൻ അതോടെ തന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രധാന ഡീമെറിറ്റ്, ദിസ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ് മെ നോട്ട് മാച്ച് വിത്ത് ദ റിക്വയർമെൻറ്റ് ഓഫ് ജോബ്. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു ജോബ് വേക്കൻസി, ആ പർട്ടിക്കുലർ ജോബ് ടേക്കപ്പ് ചെയ്യാൻ വേണ്ട ഒരു എന്താ പറയുക, അതിനുള്ള ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു എംപ്ലോയി ഒരു പക്ഷേ ആ സ്ഥാപനത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിൽ ഏറ്റവും ആ ജോബ് സ്പെസിഫിക്കേഷൻ, അവിടെ നമുക്ക് ആ ഒരു ടേം യൂസ് ചെയ്യാം, നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ആ ജോബ് സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള എംപ്ലോയി ആയിക്കൊള്ളണമെന്നില്ല ആ ജോബിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൺ ഓഫ് ദി മേജർ ഡ്രോബാക്സ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് പ്ലാനിങ്, ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ്. അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങനെ സ്ഥാപനത്തിൻ്റെ അകത്തുനിന്ന് തന്നെ ആളെ കണ്ടെത്തുമ്പോഴുള്ള ഒരു പ്രോബ്ലമാണത്. ഓക്കെ, പുറത്തുനിന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, വി ക്യാൻ ഹാവ് ദി ക്വാളിഫൈഡ് ഓർ ആപ്റ്റ് പേഴ്സൺ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നേക്കാം. ഇതാണ് ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ്. ഇനി നെക്സ്റ്റ് ഈ ഷോർട്ട് ടേം വരുമ്പോൾ നമുക്ക് ചില സ്റ്റെപ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ രണ്ട് സിറ്റുവേഷൻസ് വരാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് എംപ്ലോയി നേരത്തെ പറഞ്ഞ പോലെ ഹി മേ ബി ലെസ് ക്വാളിഫൈഡ്. അതായത് അവർ എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മേ ബി ലെസ് ക്വാളിഫൈഡ് കമ്പയർഡ് ടു ദാറ്റ് പർട്ടിക്കുലർ ജോബ് വേക്കൻസി. ആൻഡ് മറ്റൊരു സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി മേ ബി ഹൈലി ക്വാളിഫൈഡ്. എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മേ ബി ഹൈലി ക്വാളിഫൈഡ്. നമ്മുടെ നിലവിലുള്ള ആ പോസ്റ്റിന് ഒതുങ്ങുന്നതിനേക്കാൾ കൂടുതൽ അയാൾ ക്വാളിഫൈഡ് ആയേക്കാം. ആ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇനി ഈ ലെസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ വാട്ട് ഷുഡ് വി ഡു? അതിൻ്റെ ഉത്തരമാണ് ഇവിടെ പ്രൊവൈഡ് പ്രോപ്പർ ട്രെയിനിങ്. അയാൾക്ക് പ്രോപ്പർ ട്രെയിനിങ് നമ്മൾ കൊടുത്തിരിക്കണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി മേ നോട്ട് ബി ഫിറ്റ് ടു ദ ജോബ്. ആ ജോബിന് അദ്ദേഹത്തിന് ഹി മേ നോട്ട് ബി എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ അദ്ദേഹം ഹി ലാക്സ് ട്രെയിനിങ്. സോ വി ഷുഡ് പ്രൊവൈഡ് ഹിം പ്രോപ്പർ ട്രെയിനിങ്. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ആൻഡ് അനദർ വൺ ഈസ് ട്രാൻസ്ഫർ മസ്റ്റ് ബി ഗിവൺ ടു അഡ്ജസ്റ്റ് വിത്ത് അവൈലബിൾ ജോബ്സ്. എസ് സ്റ്റാഫിനെ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അത് ചെയ്യുന്നെങ്കിൽ അത് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൊവൈഡ് അസിസ്റ്റൻസ് ഇഫ് നീഡഡ്. ആവശ്യമെങ്കിൽ അസിസ്റ്റൻറ്റിനെ പ്രൊവൈഡ് ചെയ്യാം. അസിസ്റ്റൻസ് സഹായികളെ, അതിനയാൾക്ക് അസിസ്റ്റൻ്റ് നമ്മൾ പറയില്ല, ഓഫീസ് അസിസ്റ്റൻറ്റ്. അപ്പോൾ ആ വർക്കിന് അസിസ്റ്റൻറ്റിനെ വെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ആൻഡ് പ്രൊവൈഡ് ന്യൂ ജോബ് ഇഫ് ആൻ എംപ്ലോയി ഡസ് നോട്ട് ലൈക്ക് ദ ഗിവൺ ജോബ്. ഇപ്പോൾ ഒരു ജോബ് നമ്മൾ ഒരാൾ കൊടുത്തു, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വ്യക്തി അതിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഹി മേ ബി ഷിഫ്റ്റഡ് ടു അനദർ ജോബ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അതുമായി സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് സെക്കൻഡ് കാറ്റഗറി നമ്മൾ പറഞ്ഞു, ഇഫ് ദി അപ്പോയിൻറ്റഡ് എംപ്ലോയി ഈസ് ഹൈലി ക്വാളിഫൈഡ്, അയാൾ ഓവർ ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ടെക്നിക്കാണ് ജോബ് എൻലാർജ്മെൻറ്റ്. വി ഷുഡ് എൻലാർജ് ഹിസ് ജോബ്. നമ്മൾ അയാളുടെ ജോബ് എൻലാർജ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ജോബ് എൻലാർജ് ചെയ്യാം. ഓക്കെ, അദ്ദേഹത്തിന് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ്, അഡീഷണൽ ടാസ്കുകൾ, ചലഞ്ചിങ് ടാസ്കുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുക. സോ ദാറ്റ് ഹി മേ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ന്യൂ ജോബ്. പിന്നെ മറ്റൊന്ന് പ്രൊവൈഡ് സ്യൂട്ടബിൾ ജോബ്സ്, അതായത് അദ്ദേഹത്തിന് അനുയോജ്യമായ ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പ്രൊമോട്ട് ടു ഹയർ പോസ്റ്റ് ഇഫ് അവൈലബിൾ.
സാധ്യമാണെങ്കിൽ അദ്ദേഹത്തിന് ഉയർന്ന പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കൊടുക്കാം ടു മാച്ച് ഹിസ് ക്വാളിഫിക്കേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അസൈൻ അഡീഷണൽ ഡ്യൂട്ടീസ്. ദാറ്റ്സ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ജോബ് എൻലാർജ്മെന്റ്. എന്നാൽ നമുക്ക് പറയാം അദ്ദേഹത്തിന് അഡീഷണൽ ഡ്യൂട്ടീസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ടെക്നിക്സ് ഫോർ while we go for short-term manpower planning. In next, രണ്ടാമത്തെ ടൈപ്പാണ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഹിയർ, ഓൾസോ ദിസ് കൈൻഡ് ഓഫ് പ്ലാനിങ് കവേഴ്സ് ലോങ് പീരീഡ്സ്, 10 to 15 years. അപ്പോൾ അതിലൊരു മീഡിയം ടേം ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. മീഡിയം ടേം ഒരു 5 years ഒക്കെ, 5 to 10 years ഒക്കെ മീഡിയമിൽ ചില ഓതേഴ്സൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ഇതൊരു 15 years ഓർ മോർ ഒക്കെ കവർ ചെയ്യുന്ന പീരീഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹിയർ മാനേജ്മെന്റ് ഗെറ്റ്സ് ഇനഫ് ടൈം ടു മേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് എംപ്ലോയീസ് അക്കോർഡിംഗ് ടു ജോബ് സ്പെസിഫിക്കേഷൻ. അതൊരു ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് ആണ്. ഇതൊരു മേജർ ഡ്രോബാക്ക് ആയിരുന്നു ഷോർട്ട് ടേമിൽ. അവിടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ടുള്ള ആളുകളെയൊക്കെ തപ്പിപ്പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അവരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടത്ര സമയം എംപ്ലോയീസിന് കിട്ടുന്നില്ല. ബട്ട് ആക്ച്വലി in this case, in long-term manpower planning, here the management gets enough time to recruit such employees matching the job specification. അപ്പോൾ അതിനനുസരിച്ചുള്ള എംപ്ലോയീസിന് കിട്ടാൻ ഇവിടെ നമുക്ക് അതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് ആണ്, അല്ലെങ്കിൽ ഇവിടുത്തെ എലമെന്റ്സ് ഓഫ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്. ആദ്യം പ്രൊജക്ഷൻ ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. മാൻ പവർ റിക്വയർമെന്റ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു. ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിലെ സ്റ്റെപ്പുകളാണ് പ്രൊജക്ഷൻ ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാൻ പവർ റിക്വയർമെന്റ് എത്രത്തോളം പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു കൺസിഡർ ദ ഫാക്ടേഴ്സ് സച്ച് ആസ് റിട്ടയർമെന്റ്, ട്രാൻസ്ഫർ, റെസിഗ്നേഷൻ, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഓർഗനൈസേഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ എക്സെട്ര. ഓൾ ദീസ് ഫാക്ടേഴ്സ് ആർ ടു ബി കൺസിഡേർഡ് വെൽ ഇൻ അഡ്വാൻസ് ഫോർ പ്രൊജക്റ്റിംഗ് മാൻ പവർ റിക്വയർമെന്റ്സ്. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം നമ്മൾ ഡ്യൂ കൺസിഡറേഷൻ കൊടുത്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് പേഴ്സണൽ. അപ്പോൾ നിലവിലുള്ള നമ്മുടെ സ്റ്റാഫിൻ്റെ സ്റ്റോക്ക് ടേക്കിംഗ് നമ്മൾ ചെയ്യണം. അപ്പോൾ അവരെത്രത്തോളം, അത് ഇനി ക്വാണ്ടിറ്റി ആവാം, അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റി എല്ലാം അവിടെ സ്റ്റോക്ക് ടേക്കിങ്ങിൽ വരും. ഓൾസോ ദിസ് ഈസ് ഡൺ ടു നോ വെദർ ദേ കുഡ് ബി ഡെവലപ്ഡ് ടു മീറ്റ് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ഈ വേക്കൻസിയിൽ സ്ഥാപനത്തിൽ വന്നേക്കാവുന്ന പോസിബിൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വേക്കൻസീസ് ഉണ്ടായേക്കാം. ആ ജോബ്സിലേക്ക് whether we can accommodate our existing staff നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ we have to take stock of the existing personnel. പിന്നെ മൂന്നാമത്തെ കാര്യം റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. അപ്പോൾ അവിടെ ഇനി പുതുതായിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ അവിടെ സെലക്ട് ചെയ്യുക യൂസിങ് സയന്റിഫിക് മെത്തേഡ്സ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് മാൻ പവർ ഡെവലപ്മെന്റ് ആൻഡ് പ്ലാനിങ്. മാൻ പവർ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങും അത് സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ സ്റ്റെപ്സ്. ആൻഡ് നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു പ്രോസസ് ഓഫ് HR പ്ലാനിങ്. HR പ്ലാനിങ് പ്രോസസ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് ഡെഫിനിഷനിലും മീനിങ്ങിലും എല്ലാം. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് എസെൻഷ്യലി എ പ്രോസസ്, അല്ലെ, എ പ്രോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ human resource planning process? And first one is preparation of manpower inventory. Manpower inventory prepare ചെയ്യുക. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി ഇൻവെന്ററി മീൻസ് എ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് സംതിങ് ആണ്. ഇവിടെ മാൻ പവറിന്റെ ഇൻവെന്ററി ആണ്. അപ്പോൾ അതിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാൻ പവർ ഇൻവെന്ററി റെഫേഴ്സ് ടു ദി അസസ്മെന്റ് ഓഫ് പ്രസന്റ് ആൻഡ് പൊട്ടൻഷ്യൽ capabilities ഓഫ് എംപ്ലോയീസ് ക്വാളിറ്റേറ്റീവ്ലി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി. ഈ രണ്ട് ടേംസിലും ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും നമുക്ക് വേണ്ടുന്ന പ്രസന്റ് ആൻഡ് പൊട്ടൻഷ്യൽ എംപ്ലോയീസിൻ്റെ capabilities അസസ് ചെയ്യുക എന്നുള്ളതാണ് മാൻ പവർ ഇൻവെന്ററി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് വൺ ഡിറ്റർമിനേഷൻ ഓഫ് എംപ്ലോയീസ് ടു ബി ഇൻവെന്ററിഡ്. ഏതൊക്കെ എംപ്ലോയീസിനെ നമ്മൾ ഇൻവെന്ററി ചെയ്യണം, മീൻസ് ആരെയെല്ലാം ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലിസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യം. ദെൻ കാറ്റലോഗിങ് മീൻസ് അഗൈൻ ഇൻവെന്ററി. ഫാക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഓഫ് ഈച്ച് എംപ്ലോയി. ഓരോ എംപ്ലോയിയുടെയും വസ്തുതാപരമായിട്ടുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നമ്മൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് കാറ്റലോഗിംഗ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സിസ്റ്റമാറ്റിക് അപ്രൈസൽ ഓഫ് ഈച്ച് എംപ്ലോയി. ഓരോ എംപ്ലോയിയെയും നമ്മൾ വളരെയധികം ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രൈസൽ നടത്തിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ ഈസ് ലിസ്റ്റിംഗ് ദി പ്രസന്റ് ആൻഡ് പൊട്ടൻഷ്യൽ എബിലിറ്റീസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ഈച്ച് എംപ്ലോയി ഇൻ ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിലെ ഓരോ എംപ്ലോയിയുടെയും
പ്രസൻറ്റും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എബിലിറ്റീസും, അതുപോലെ അവരുടെ ആപ്റ്റിറ്റ്യൂഡും, അവരുടെ കഴിവും അതുപോലെ തന്നെ അവരുടെ ആപ്റ്റിറ്റ്യൂഡും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒന്നിനാണ് നമ്മൾ മാൻ പവർ ഇൻവെൻട്രി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ലിസ്റ്റാണ്, കംപ്ലീറ്റ് ലിസ്റ്റാണ് മാൻ പവർ ഇൻവെൻട്രി. അപ്പോൾ ദിസ് പ്രിപ്പറേഷൻ ഓഫ് ദിസ് മാൻ പവർ ഇൻവെൻട്രി ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ HR പ്ലാനിങ്. ആൻഡ് നൗ ദ സെക്കൻഡ് വൺ ഈസ് ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്. ഇവിടെയാണ് മാൻ പവർ ഫോർകാസ്റ്റിംഗ് എന്നുള്ള ആ സ്റ്റേജ് വരുന്നത്. അപ്പോൾ ഇവിടെ HR റിക്വയർമെൻറ്റ്സ് ആർ ടു ബി ഫോർകാസ്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് production, sales budget, workload analysis, labor turnover, transfer, retirement, promotions, etc. and many more. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ഇനി മാൻ പവർ നീഡിന് എത്രത്തോളം ആൾക്കാരെ നമുക്ക് വേണം എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യണം. ഫോർകാസ്റ്റ് ചെയ്യണമെങ്കിൽ ചുമ്മാ നമ്മൾ പറയല്ല ചെയ്യുന്നത് ഇത്ര ആൾ വേണം എന്നുള്ളത്. ആ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം, അവരുടെ പ്രൊഡക്ഷൻ നോക്കണം. അപ്പോൾ അവിടെ പ്രൊഡക്ഷനിൽ എത്രത്തോളം ആളുകളെ ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രത്തോളം വേക്കൻസീസ് വന്നേക്കാം എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ സെയിൽസ് ബഡ്ജറ്റ് നോക്കുന്നു, ദെൻ വർക്ക് ലോഡ് അനാലിസിസ് നോക്കുന്നുണ്ട്, ലേബർ ടേൺ ഓവർ നോക്കുന്നുണ്ട്, ട്രാൻസ്ഫർ, റിട്ടയർമെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ചതിന് ശേഷമാണ് നമ്മൾ മാൻ പവർ നീഡ് അവിടെ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ട്. അപ്പോൾ മാൻ പവർ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പ്ലാനേഴ്സ് ചെയ്യുന്നത് പ്രിപ്പയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ് ടു പ്രൊജക്റ്റ് ഡിഫറെൻറ്റ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. അതിന് ഒരു പിക്ചോറിക്കൽ ഒരു എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ. അതിൻ്റെ ചാർട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നു. അല്ലെ, അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും, ദ ചാർട്ട് ഷോസ് ഹൂ വിൽ ബി പ്രൊമോട്ടഡ്, ആരെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, എത്ര വേക്കൻസി ഉണ്ട്, എത്ര റിട്ടയർമെൻ്റ് ഉണ്ട്, ഏജ്, നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺ, ഇതെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു മാൻ പവർ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ മാൻ പവർ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും, അല്ലെ, ഹൂം ടു ബി പ്രൊമോട്ടഡ്, ഹു ആർ ടു പ്രൊമോട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ വ്യക്തമായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ ആരൊക്കെ റിട്ടയർ ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് ആ ഒരു ചാർട്ട് നോക്കിയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ട് എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ പ്ലാൻസ് ആണ്. അപ്പോൾ മാൻ പവർ പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നേരത്തെ നമ്മൾ കണ്ടു, ഷോർട്ട് ടൈമിലേക്കാവാം അല്ലെങ്കിൽ ലോങ് ടൈമിലേക്കാവാം. സ്ഥാപനം എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുകൊണ്ട് അവർ ആ പീരീഡ് തിരഞ്ഞെടുക്കുക, ഷോർട്ട് ടൈമിലേക്ക് അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക്. ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ അവിടെ ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ്സ് ആണ് വരുന്നത്. ലോങ് ടൈം ആണെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ച് നമ്മൾ നേരത്തെ കണ്ടു, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ക്വാളിഫൈഡ് പേഴ്സണൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് നമ്മൾ ഈ ലോങ് ടേം പ്ലാൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എനിവേ പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ പ്ലാൻസ് എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം മീൻസ് ഈ സ്റ്റേജ് നമ്മൾ ചെയ്യുന്നത് ഇനി അവരെ എംപ്ലോയ് ചെയ്യണം. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ആൾക്കാരെ നമ്മൾ എംപ്ലോയ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത് അവരെ റിക്രൂട്ട് ചെയ്യണം, അതിനുശേഷം സെലക്ട് ചെയ്യണം, പ്ലേസ് ചെയ്യണം, അവർ പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു, പിന്നെ ട്രാൻസ്ഫർ, പ്രൊമോഷൻ, അങ്ങനെയുള്ള ഒരു എംപ്ലോയീസ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ദീസ് ആർ ദി സ്റ്റെപ്സ് ഇൻ മാൻ പവർ പ്ലാനിങ്. And next we are moving on to manpower forecasting. What's manpower forecasting and what are the manpower forecasting techniques? അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് മാൻ പവർ ഫോർകാസ്റ്റിംഗ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് മാൻ പവർ ഫോർകാസ്റ്റിംഗ്. അവിടെ എന്താണ് ബേസിക് ഡിഫറൻസ് എന്നുള്ളതാണ്. ആക്ച്വലി മാൻ പവർ ഫോർകാസ്റ്റിംഗ് ഈസ് വൺ ഓഫ് ദ സ്റ്റെപ്സ് ഓർ വൺ ഓഫ് ദ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അപ്പോൾ മാൻ പവർ ഫോർകാസ്റ്റിംഗ് എന്നുള്ളത് ഏതിൽ ഇൻക്ലൂഡഡ് ആണ്? ആക്ച്വലി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ പലരും കൗണ്ട് ചെയ്യാറുള്ള ഒരു കാര്യമാണ് മാൻ പവർ ഫോർകാസ്റ്റിംഗ് എന്നുള്ളത്. അപ്പോൾ അത് രണ്ടായിട്ട് തന്നെ കിടക്കുന്നു. കാരണം കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ടേമാണ്, അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള ടേമാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, വിച്ച് ഇൻക്ലൂഡ്സ് മാൻ പവർ ഫോർകാസ്റ്റിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ ഫ്യൂച്ചർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് പീപ്പിൾ റിക്വയർഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ ഫ്യൂച്ചറിൽ ആവശ്യം വേണ്ടുന്ന എത്രത്തോളം ആളുകൾ, അവരുടെ ക്വാളിറ്റി എങ്ങനെ, ഇത്തരം കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് ആക്ച്വലി മാൻ പവർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫോർകാസ്റ്റിംഗ് ഈസ് ഡൺ കൺസിഡറിങ് ദ ഫാക്ടേഴ്സ് സച്ച് ആസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. ഈ രണ്ട് ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ടാണ് മാൻ പവർ ഫോർകാസ്റ്റിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ വാട്ട് ആർ ഇൻക്ലൂഡഡ് ഇൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്? അത് നമ്മൾ നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പം എക്സ്റ്റേണൽ ടു ദി ഓർഗനൈസേഷൻ ആണ്.
അപ്പോൾ അതിൽ വരുന്നത് കോമ്പറ്റീഷൻ അല്ലേ, ഹു ആർ ദ കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ള ഒരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് ഹൗ മച്ച് ഇസ് ദ ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ അത് നമ്മൾ നോക്കണം. ഇതിന് ഇക്കണോമിക് ക്ലൈമറ്റ് നോക്കണം, ഗവൺമെൻറ് പോളിസി ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ലോസ് ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്റ്റേണൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഫോർകാസ്റ്റിങ്ങിലേക്ക് പോകാവൂ, മാൻ പവർ ഫോർകാസ്റ്റിങ്ങിലേക്ക് പോകാവൂ. ഇതിനൊന്നും ഡ്യൂ കൺസിഡറേഷൻ കൊടുക്കാതെ ഫോർകാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോബ്ലം വന്നേക്കാം, മാൻ പവർ ഷോർട്ടേജ് വരാം. ഓക്കെ, ഷോർട്ടേജ് ആവാൻ ചിലപ്പോൾ ആളുകളുടെ എബിലിറ്റി, ആ ഒരു ജോബ് സ്പെസിഫിക്കേഷൻ നമുക്ക് ആ ഒരു ടൈം ഉപയോഗിക്കാം, ജോബ് സ്പെസിഫിക്കേഷൻ മാച്ച് ചെയ്യാത്ത ആളാവാം നമ്മുടെ കയ്യിൽ ഉള്ളത്, അതായത് ആ ജോലിക്ക് പറ്റിയ ആളല്ല എന്നർത്ഥം ചുരുക്കത്തിൽ. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാം നമ്മൾ ഇതൊന്നും ശരിയായ രീതിയിൽ അനലൈസ് ചെയ്തില്ല എങ്കിൽ. ആൻഡ് സെക്കൻഡ് ഫാക്ടർ ഈസ് ഇന്റേണൽ ഫാക്ടേഴ്സ്. ഇന്റേണൽ ഫാക്ടേഴ്സ് മീൻസ് ദീസ് ഫാക്ടേഴ്സ് ആർ ഇന്റേണൽ ടു ദി ഓർഗനൈസേഷൻ. അപ്പോൾ അതിൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ പ്ലാൻസ്, ഓൾ ദീസ് ആർ ഇന്റേണൽ മാറ്റേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഡ്യൂ കൺസിഡറേഷൻ കൊടുത്തിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ മാൻ പവർ ഫോർകാസ്റ്റിംഗിലേക്ക് പോകാവൂ. ആൻഡ് നെക്സ്റ്റ് ലെറ്റ്സ് സീ വാട്ട് ആർ ദി ടെക്നിക്സ് ഓഫ് മാൻ പവർ ഫോർകാസ്റ്റിംഗ്. അപ്പോൾ അത് പ്രധാനമായിട്ടൊരു 4 ടെക്നിക്സ് ആണ് പറയുന്നത്. അതിലൊന്നാണ് മാനേജറിയൽ ജഡ്ജ്മെൻറ്റ്. മാനേജറിയൽ ജഡ്ജ്മെൻറ്റ് അപ്പോൾ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ under this technique all managers sit together and prepare manpower requirements of their respective departments. ഓരോ മാനേജേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ചിരുന്നിട്ട് ഓരോരുത്തരിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് മാനേജർ ആണെങ്കിൽ അയാൾ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രത്തോളം വേക്കൻസീസ് ഉണ്ട്, സെയിൽസിലാണെങ്കിൽ അയാൾ അവിടെ എത്രത്തോളം വേക്കൻസീസ് ഉണ്ട്, അങ്ങനെ ഓരോരുത്തരും അവരുടെ വേക്കൻസീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചുകൊണ്ട് അവർ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദിസ് മെത്തേഡ് ഈസ് സിമ്പിൾ ആൻഡ് ടൈം സേവിങ്. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് മെത്തേഡ് ഈസ് സബ്ജക്റ്റീവാണ്. അപ്പോൾ ഈ ആളുകളുടെ എന്തെങ്കിലും പേഴ്സണൽ ബയാസും മറ്റൊക്കെ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ദേ നീഡ് ടു ഗെറ്റ് ദി അസെൻറ്റ് ഓഫ് ദി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാനേജറിയൽ ജഡ്ജ്മെൻറ്റ് എന്നുള്ളത്. നെക്സ്റ്റ് റേഷ്യോ ട്രെൻഡ് അനാലിസിസ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം പല ഡിഫറെൻറ്റ് റേഷ്യോസും ഈ ഫോർകാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിഫറെൻറ്റ് റേഷ്യോസ് ആർ ടു ബി വർക്ക്ഡ് ഔട്ട് ഫസ്റ്റ്. അത് ചെയ്യണം ആദ്യം. അതിനുശേഷം ഈ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ HR റിക്വയർമെൻറ്റ്സ് അവിടെ എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്പർ ഓഫ് വർക്കേഴ്സ് ബാർ സെയിൽസ് എത്രയാണ്, അപ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സ് അതിൽ എത്രത്തോളം ഉണ്ട്, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരു റേഷ്യോ ഓരോന്നിനും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആൾ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഫർദറായിട്ട് റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നു. ആൻഡ് തേർഡ് വൺ ഈസ് വർക്ക് സ്റ്റഡി മെത്തേഡ്സ്. വർക്ക് സ്റ്റഡി നമ്മൾ ഒരു സയൻറ്റിഫിക് മെത്തേഡാണല്ലോ വർക്ക് സ്റ്റഡി എന്നുള്ളത്. വർക്ക് ആൻഡ് മോഷൻ സ്റ്റഡി ഒക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു സ്റ്റഡി ദ വർക്ക് ബീങ് ഡൺ. അപ്പോൾ ആ ജോലിയെ നമ്മൾ ഈ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വർക്ക് ആവണം. അതിൻ്റെ ഒരു പ്രീറിക്വസിറ്റ് ആണ്. അത്തരത്തിലുള്ള വർക്ക് ആണെങ്കിൽ, അങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാവുന്നതാണെങ്കിൽ നമുക്ക് അവിടെ ഈ ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ചെയ്യുന്നതിലൂടെ ദ ലെങ്ത് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ദി എമൗണ്ട് ഓഫ് ലേബർ റിക്വയർഡ് ക്യാൻ ബി അസർട്ടഡ് അണ്ടർ ദിസ് മെത്തേഡ്. അപ്പോൾ ഇതിൽ ഓരോ വർക്കിനും ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു, അതിൻ്റെ എത്രത്തോളം എമൗണ്ട് ഓഫ് ലേബർ ആവശ്യമാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മെത്തേഡിൽ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. ജസ്റ്റ് ഇപ്പോൾ ടോട്ടൽ എംപ്ലോയീസ് ഒരു സ്ഥാപനത്തിൽ സപ്പോസ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഈസ് 50 ആൻഡ് സ്പാൻ ഓഫ് കൺട്രോൾ ഈസ് 10. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു സൂപ്പർവൈസർക്ക് എഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യാവുന്ന മാക്സിമം ആളുകളാണ് അവിടെ സ്പാൻ ഓഫ് കൺട്രോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സൂപ്പർവൈസർക്ക് ഇവിടെ 10 പേരെ ഒരു സമയം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ. ഇവിടെ 50 പേരാണ് മൊത്തം ഉള്ളത് എങ്കിൽ 50/10 അപ്പോൾ ഈക്വൽ ടു 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സൂപ്പർവൈസേഴ്സ് ഇവിടെ ആവശ്യമാണ് അല്ലേ. മൊത്തം 50 പേരെ നോക്കാൻ 5 സൂപ്പർവൈസേഴ്സ് അവിടെ ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ജോബിന് ആ രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിലവിൽ 3 സൂപ്പർവൈസേഴ്സേ ഉള്ളെങ്കിൽ വി നീഡ് ടു റിക്രൂട്ട് 2 more ന്യൂ സൂപ്പർവൈസേഴ്സ്. സോ ദാറ്റ്സ് സ്ട്രാറ്റജി. ഓക്കെ, ഇതാണ് വർക്ക് സ്റ്റഡി മെത്തേഡ്. ഇനി മറ്റൊന്നാണ് മാത്തമാറ്റിക്കൽ മോഡൽസ്. അപ്പോൾ ഇതിൽ നമ്മൾ മാത്തമാറ്റിക്കൽ മോഡൽസ് ഈ മോഡൽ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് മോർ കോംപ്ലക്സ് കമ്പയർ ടു അതർ 3 മോഡൽസ്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആണ്.
ഇതിൽ നമ്മൾ മാത്തമാറ്റിക്കൽ മോഡൽസ് ആണ് ഉപയോഗിക്കുന്നത്, സച്ച് ആസ് റിഗ്രഷൻ, ഒപ്റ്റിമൈസേഷൻ മോഡൽസ്, പ്രോബബിലിസ്റ്റിക് മോഡൽസ്. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീസ് മോഡൽസ് അല്ലെങ്കിൽ ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ടു ലാർജ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇനി ഈ മാൻ പവർ റിക്വയർമെൻറ്റ്സിനൊക്കെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടെത്തുന്നു. ഈ ഫാക്ടേഴ്സിനെ എല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫോർമുല രൂപത്തിലായിരിക്കും. അങ്ങനെയാണ് ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോർമുല ഫോം ചെയ്യുന്നു. അപ്പോൾ ആ ലെവലിലേക്ക് ഒരു ഫോർമുല ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ഈ റിക്വയർമെൻറ്റ്സിനെ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡൽ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.